മോളെ പ്രതിഭേ, നീ കുടിക്കാൻ വല്ലതും എടുക്കാൻ നോക്ക്. ഇന്ദ്രനെ സമാധാനിപ്പിച്ച് അവന് വല്ലതും കൊടുക്കണം. ശരി ഭാനുമ്മ. നിങ്ങൾ അവിടുന്ന് ഒന്നും കഴിക്കാതെയല്ലേ വന്നേ? ഇവിടെ ആഹാരം റെഡിയായിട്ടുണ്ട്. ആ, തൽക്കാലം ചായ ഉണ്ടാക്കിയാൽ മതി പ്രതിഭ. ഇന്ദ്രേട്ടൻ എന്തെങ്കിലും കഴിക്കുമെന്ന് പോലും എനിക്കറിയില്ല. ഭാനുമ്മേ, നമുക്ക് ഇന്ദ്രേട്ടന്റെ അടുത്തേക്കൊന്ന് പോവാം. സോനെ, നീ വരുന്നോ? എനിക്ക് ഇന്ദ്രേട്ടന്റെ മുഖത്ത് നോക്കാനുള്ള ധൈര്യം ഇല്ല ഏട്ടത്തി. നിങ്ങൾ പൊയ്ക്കോ, ഞാൻ സത്യമായിട്ട് വന്നിട്ട് വരാം. വാ. എന്നാലും ഒറ്റ വക്കിലമ്മ ഏട്ടനെ അന്യനാക്കി കളഞ്ഞല്ലോ. അമ്മ അങ്ങനെ പറഞ്ഞതുകൊണ്ട് അമ്മ മാത്രമേ അന്യാവൂ. ഏട്ടന്റെ കൂടെ നമ്മളെല്ലാവരും ഉണ്ടാവില്ലേ സോനെ? മോനെ ഇന്ദിര, എന്തൊരു ഇരിപ്പാടാ ഇത്. വായിക്ക് വന്നത് കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞ സ്വഭാവമാണ് നിന്റെ അമ്മയുടേത്. അല്ല, അങ്ങനെ പറഞ്ഞു പോയതില് ഇപ്പൊ അവള് ഖേദിക്കുന്നുണ്ടാവും മക്കളെ. അതെ ഇന്ദ്രേട്ടാ, ജയിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകുന്ന സ്വഭാവം അമ്മയ്ക്കുണ്ടെന്ന് ഇന്ദ്രേട്ടൻ അറിയാലോ. ഇതിനെയും അങ്ങനെ കൂട്ടിയാൽ മതി. അമ്മ ഇങ്ങോട്ട് വരാത്തത് പോലും മോന്റെ മുഖത്തേക്ക് ഇനിയിപ്പം എങ്ങനെ നോക്കുമെന്നറിയാത്തോണ്ടാവും. എനിക്ക് തോന്നുന്നു അങ്ങനെയല്ല അനു. അമ്മ പറഞ്ഞ സത്യമായിരിക്കുന്ന. ജയിക്കാൻ വേണ്ടി പറഞ്ഞതാണെങ്കിൽ അമ്മ വന്നത് തിരുത്തുകയല്ലേ വേണ്ടത്. അവൾ അത്ര വേഗം തോറ്റു തരുന്നവളാണോ ഇന്ദിര? സുശീല വരും. അവളുടെ വായിൽ നിന്ന് വന്ന വാക്ക് അവളെ തന്നെ തിരിഞ്ഞു കൊത്താൻ തുടങ്ങുമ്പോ അതിനൊരുപാട് താമസമൊന്നും ഉണ്ടാവില്ല മക്കളെ. ഭാനുമ്മയ്ക്ക് അതിനെന്താ ഉറപ്പ്? എന്റെ ജന്മസമയത്ത് ഭാനുമ്മ അമ്മയുടെ കൂടെ ഉണ്ടായിരുന്നില്ലല്ലോ. അതിനുശേഷമല്ലേ ഭാനുമ്മ അമ്മയെ കാണുന്നേ. അതുകൊണ്ടെന്താ മോനെ, ഞാനും ഒരു അമ്മയല്ലേ. എനിക്കറിയില്ലേ മറ്റൊരമ്മയുടെ മനസ്സ്. ഞാൻ സുശീലയെ ആദ്യമായിട്ട് കാണുന്നത് അവൾ സത്യനെ ഗർഭിണിയായിരിക്കുമ്പോഴാണ്. അന്ന് വയറ്റിൽ വളരുന്ന കുഞ്ഞിനോടല്ല അവൾക്ക് സ്നേഹവും കരുതലും ഉണ്ടായിരുന്നത്, നിന്നോടാ. മോനെ ഇന്ദിര, നിന്നെ വളർത്തുന്നതിനിടയില് ഒരു കുഞ്ഞുകൂടി ഉണ്ടാവുന്നത് സുശീലയ്ക്കൊരു ബാധ്യതയാണെന്ന് പോലും അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അനു, കേട്ടില്ല നീ? എന്നെ എന്റെ അമ്മ പ്രസവിച്ചു തന്നെയാ. അമ്മയുമായിട്ട് ഏറ്റവും മുഖച്ചയുള്ളത് എനിക്കല്ലേ? എന്നിട്ടോ അമ്മ എന്തിനാ എന്നോട് കള്ളം പറഞ്ഞു? എനിക്കിങ്ങനെ ഒരു മകനില്ലെന്നോ മകൻ മരിച്ചുപോയെന്നോ അമ്മയ്ക്ക് പറയാറുന്നു. എന്തിനാ എന്നെ പ്രസവിച്ചത് അമ്മയല്ലെന്ന് പറഞ്ഞത്? ഇന്ദ്രേട്ട, അതാ ഇന്ദ്രേട്ടന്റെ അമ്മ. സ്വന്തം ചോരയോടാണെങ്കിലും മനസ്സിൽ പക തോന്നിയ വിഷപ്പല്ല വെച്ച് കടിക്കുള്ളൂ. പക്ഷേ ഇക്കാര്യത്തിൽ വിഷം തേണ്ടാൻ പോകുന്നത് അമ്മയ്ക്ക് തന്നെയായിരിക്കും. ഇത് അമ്മയും മക്കളും തമ്മിലുള്ള പോരിന്റെ കലാശക്കൊട്ടായിരിക്കും ഇന്ദ്രേട്ട.